ഇയാൾ എന്തിനാ ഹോൺ അടിച്ചത്? ഹലോ, ഇയാൾ എന്തിനാ ഹോൺ അടിച്ചതെന്ന്? അത് അബദ്ധത്തിൽ കൈ തട്ടിയതാ. അത് വെറുതെ എന്നെ മനഃപൂർവ്വം വിളിച്ചതല്ലേ? റൂമുണ്ടോ? റൂമോ? എന്നിട്ട് ആ കാറ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്റെ ഫ്രണ്ട് ദീപകിന്റെ കാറാണെന്ന്. പക്ഷേ എനിക്കാ തെറ്റിയത്. ഇല്ലെങ്കി വേണ്ട, ഇത് തന്നെ ധാരാളം. ഇവിടെങ്ങും ആരും വരില്ലെന്നേ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അവിടെ ഒന്നും നടന്നില്ല സർ. എന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയിലായിരുന്നു അയാളുടെ നോട്ടം. അതിനുശേഷം എന്റെ തോളിൽ ചാഞ്ഞു. എന്റെ കൈയെടുത്ത് അയാളുടെ തലമുടിയിൽ തഴുകിച്ചു. പരിചയപ്പെടുന്ന കൂട്ടത്തിൽ എൻ്റെ കഷ്ടപ്പാടുകളെല്ലാം ഞാൻ അയാളോട് പറഞ്ഞു. അത് കേട്ടപാടെ ഒരു കെട്ടി നോട്ടെടുത്ത് എൻ്റെ നേരെ നീട്ടി. ഇത്രയും പൈസ എനിക്ക് എന്തിനാ സർ? 1000 രൂപ തന്നാൽ മതി. അത് കുഴപ്പമില്ല. പകരം ഈ മാല എനിക്ക് തരൂ. ഈ മാലയോ? ഹലോ മോനെ, കഴിച്ചോ നീ? ഉറങ്ങിക്കോ, അമ്മ കുറച്ച് ലേറ്റാവും. അമ്മാമ്മയുടെ കൂടെ ഉറങ്ങിക്കോ കേട്ടോ. സാറേ, ഇത് മതി. പിന്നെ ഇന്നത്തോടെ ഈ പണി നിർത്തിക്കോണം. അവന്റെ പേര് ചോദിച്ചില്ലേ? എന്തിനാ സാറേ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നേ? ഏത് കാറാന്നെങ്കിലും അറിയാമോ? എനിക്കതൊന്നും അറിയില്ല സാറേ. ഒരു നീല കളർ വണ്ടിയായിരുന്നു. ശരി, നീ വയ്ക്കോ. എല്ലാം കിട്ടിയോ? കിട്ടി. പോവാം.